ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. വളരെ ബ്രീഫായിട്ടുള്ള ചോദ്യം. അവിടെ നിന്ന് ചോദിച്ചാൽ ഇവിടെ കേൾക്കണം, മനസ്സിലാകണം. വളരെ ബ്രീഫായിട്ടുള്ള ആൻസറും. 15 മിനിറ്റ് ഇതിനായിട്ട് അനുവദിച്ചിരിക്കുന്നു. പിന്നെ സൗകര്യം പോലെ. പ്രിയപ്പെട്ട കലാനന്ദൻ മാഷോടാണ് ചോദ്യം. മാഷ് ഇവിടെ പറഞ്ഞു 64 വയസ്സായി. മാഷ് ഫറൂഖ് കോളേജിൽ പഠിച്ചതാണ്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും ധാരാളം ചർച്ചകളിൽ പങ്കെടുക്കുകയും സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്ത നല്ല മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും മരിക്കുമല്ലോ. അപ്പോൾ ഞാനും മരിക്കും, സാറും മരിക്കും. അപ്പോൾ കലാനന്ദ മാഷ് മരിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒരു എലി ചത്താലോ ഒരു പാറ്റ ചത്താലോ അല്ലെങ്കിൽ ഒരു മൃഗം ചത്താലോ അതുപോലെ ആണോ കലാമാഷൻ മരണം, അല്ലെ എൻ്റെ മരണം, അല്ലെങ്കിൽ അക്ബറിൻ്റെ മരണം, അല്ലെങ്കിൽ ആൻഡ്രൂ സാറിൻ്റെ മരണം? അങ്ങനെ എനിക്ക് തോന്നാൻ കഴിയുന്നില്ല. സമൂഹം അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇതിനും പറയാൻ കഴിയോ എന്ന്, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ചർച്ച ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് സ്നേഹപൂർവ്വം. എൻ്റെ പേര് അബ്ദുല്ല. ഞാൻ ഫറൂഖ് കോളേജിൽ അധ്യാപകനാണ്. മരണാനന്തരം എൻ്റെ സ്ഥിതി എന്തായിരിക്കുന്നുള്ള ഒരു വേവലാതി എനിക്കുണ്ടോ എന്നതാണ് ചോദ്യകർത്താവിൻ്റെ അന്വേഷണം. സത്യത്തിൽ എനിക്കൊരു വേവലാതിയുമില്ല. ഞാൻ എടുത്ത തീരുമാനം മരിച്ചാൽ ഉടനെ എൻ്റെ ഡെഡ് ബോഡി പിന്നെയും മനുഷ്യനെ സഹായിക്കുന്ന രൂപത്തിൽ മെഡിക്കൽ കോളേജിലെ അനലിറ്റിക്കൽ വിങ്ങിന് കൊടുക്കണമെന്ന്. അങ്ങനെ ചെയ്യുന്നതോടെ ജീർണമായി വെറുതെ ചുടാനോ പുഴുവരിക്കാനോ വിട്ടേക്കുന്ന ജൈവശരീരത്തെ പുതിയ തലമുറ അറിവ് നേടാൻ സഹായിക്കുമെങ്കിൽ അങ്ങനെ മരണത്തിലൂടെ ഒരു സ്റ്റെപ്പ് കൂടി സാമൂഹ്യ സേവനത്തിൻ്റെ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ കഴിയും. മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന കാര്യത്തിൽ ഞാൻ പഠിച്ച ജൈവശാസ്ത്രം എന്നെ ഉത്തമ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരു സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് അക്ബറിൻ്റെ പ്രത്യാശ. ഞാൻ എൻ്റെ കണിശമായ ഉത്തരം അദ്ദേഹത്തിൻ്റെ പ്രത്യാശയെ ക്ഷീണിപ്പിക്കുമോ എന്ന ഒരു അസ്വാസ്ഥ്യമുണ്ട്. കാരണം ഒരു സ്വപ്നം എപ്പോഴും സ്വപ്നമാണ്. ചിലപ്പോൾ സുന്ദരവും ആശ്വാസത്തിന് വകയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ സ്വപ്നം പോലെയല്ല. അപ്പം ഞാൻ പറയുന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ അലോസരപ്പെടുത്തുമെങ്കിലും ഇന്നത്തെ സംവാദത്തിൻ്റെ വേദിയിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ആത്മാവും ജീവനും വെവ്വേറെ 2 ഘടകങ്ങളാണെന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് വസ്തുതാപരമല്ല. ജൈവശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കുമ്പോഴാണ് ജൈവ പദാർത്ഥത്തിന് ജീവൻ ഉണ്ടാകുന്നത് എന്നതാണ് മതശാസ്ത്ര പണ്ഡിതന്മാർ കണിശമായി പറഞ്ഞു വെക്കുന്ന ആത്മീയവാദം. ആത്മാവും ശരീരവും തമ്മിലെ ബന്ധത്തെയാണ്. അപ്പം ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോയാൽ മരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഒരൊറ്റ മെഡിക്കൽ കോളേജിലും മരണത്തിന് അപകടം അല്ലെങ്കിൽ ആത്മാവ് ഇങ്ങനെ വിട്ടുപോകുന്ന സ്ഥിതിയിൽ മരണം വരുമ്പോൾ ഒരൊറ്റ ഡോക്ടറും ഈ ആത്മാവിൻ്റെ സിലിണ്ടർ വെച്ച് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നില്ല. അതിന് ഓക്സിജൻ സിലിണ്ടർ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ആത്മാവ് എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. ജൈവശാസ്ത്രത്തിൽ പ്രസക്തിയില്ല. അതുകൊണ്ട് പരലോകം ഉണ്ടെങ്കിൽ തന്നെ സ്വർഗത്തിലായാലും നരകത്തിലായാലും ഒരൊറ്റയാക്കും പോകാൻ കഴിയില്ല എന്ന് ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ലത് പിന്നെ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഈ ശവശരീരത്തെ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കണ്ണ് വേറെ ദാനം ചെയ്തിട്ട് ശരീരം കൊടുക്കുകയായിരിക്കും കുറച്ചുകൂടി മെച്ചം. ഇനിയും മെച്ചപ്പെട്ട ചിന്തയുണ്ടോ എന്ന് പരിഗണിക്കുകയും വേണം. എക്സ്ക്യൂസ് മീ സർ, സാറിൻ്റെ ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കാരണം സാറിൻ്റെ ഈ ജഡാവസ്ഥയല്ലല്ലോ ഈ സംസാരിക്കുന്നതൊന്നും. ഈ ജഡാവസ്ഥക്കപ്പുറമുള്ള സാറിൻ്റെ അകത്തുള്ള എന്തോ ഒരു ശക്തിവിശേഷമാണല്ലോ ഈ സംസാരിക്കുന്നതും സംവദിക്കുന്നതുമൊക്കെ. അത് എവിടെ പോയി? അതിനെക്കുറിച്ചായിരുന്നു എൻ്റെ അന്വേഷണം. പ്ലീസ്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമിതമായ സംഭാഷണമാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധം കെട്ടുപോകാൻ തന്നെ സാധ്യതയുണ്ട്. എന്താ കാരണം? ഈ സംഭാഷണത്തിൻ്റെ തിരക്കിൽ ശ്വാസോച്ഛ്വാസം കുറയുകയും ഓക്സിജൻ സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ ഈ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കും. അങ്ങനെ ബോധം കെട്ട ഒരാളുടെ ശാരീരികാവസ്ഥയോ മാനസികാവസ്ഥയോ ഏതൊരു പരൽപരമായ ആശരീരി ശക്തിയുടെ സവിശേഷത കൊണ്ടാണോ അങ്ങനെ നിർജീവാവസ്ഥ പ്രാപിക്കുന്നത്? അങ്ങനെ ഒരു ശക്തിൻ്റെ സവിശേഷത കൊണ്ടല്ല. ഇത് ഓക്സിജൻ സപ്ലൈ ഇല്ലാത്ത ശരീരത്തിൻ്റെ ഊർജ്ജപരമായ പരിമിതി കൊണ്ടാണ്. അതിൻ്റെ ഫലമായിട്ടുള്ള ദൗർബല്യങ്ങൾ എൻ്റെ ശരീരത്തിനും വരാം. അതിനെ യാഥാർത്ഥ്യപൂർവ്വം അംഗീകരിക്കല്ലാതെ
അങ്ങനെ വരുന്നത് ഏതോ ഒരു ശക്തിയുടെ സവിശേഷതയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കഴിവാണ്, ഞാൻ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ കഴിവാണ് എന്ന് വിശ്വസിക്കുവാനുള്ള ചോദ്യകർത്താവിൻ്റെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അത് അംഗീകരിക്കുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എൻ്റെ പേര് നിയാസ്, 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. സാർ, കലാനാഥൻ സാറിനോടാണ് എൻ്റെ ചോദ്യം. സാറിൻ്റെ പ്രസംഗത്തിൽ സാറ് മുഹമ്മദ് നബിയെയും ഖുർആനെയും വിമർശിച്ചു എന്ന് എനിക്ക് തോന്നി. സാറ് മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന മതപണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ് ഖുർആനിലും മറ്റും അദ്ദേഹം സൂചിപ്പിച്ചത് എന്ന് സാറ് പരാമർശിച്ചു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ വ്യക്തമായ രൂപത്തെക്കുറിച്ചും റോമ സാമ്രാജ്യം ആക്രമിക്കപ്പെട്ട് തിരിച്ചുവരവിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി ദൈവത്തിൽ നിന്നുള്ള അവബോധത്തിലൂടെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ സഹവാസികളിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും മറ്റുള്ള ഈ അദ്ദേഹത്തിൻ്റെ കാലത്ത് സംഭവിക്കാത്ത കാര്യങ്ങളും രണ്ടിൻ്റെയും ഒരു സമ്മിശ്രമാണ് എന്നാണോ സാറിൻ്റെ വാദം? ഈ വാദത്തോട് അക്ബർ സാഹിബിൻ്റെ പ്രതികരണവും ഒന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രപഞ്ചകാര്യങ്ങളെക്കുറിച്ച് മതപണ്ഡിതന്മാർ മാത്രമല്ല, മതേതര പണ്ഡിതന്മാരും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ദൂരവീക്ഷണത്തോട്ട് കണ്ടെത്തിയവരുണ്ട്. ടോളമിയുടെ കാലത്ത് ഭൂമി പരന്നതായിരുന്നു. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഭാസ്കരാചാര്യൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതാ. ഒരൊറ്റ കുട്ടി മാനിച്ചില്ല. അയാൾക്ക് പരലോകജ്ഞാനൊന്നും കിട്ടിയിട്ടല്ല. പക്ഷെ പിൽക്കാലത്തെ ചരിത്രം അത് സത്യമാണെന്ന് തെളിയിച്ചു. അപ്പോൾ ആത്മീയവാദികളായ ആളുകൾക്കും ഭൗതികവാദികളായ ആളുകൾക്കും സാമൂഹ്യത്തിൽ ശക്തമായി ഇടപെടുമ്പോൾ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ ബോധമുണ്ടാകും. അക്കാര്യത്തിൽ നബി ഒട്ടും പിന്നിലല്ല. ഒരു വണിക്ക് വ്യാപാരത്തിന് വേണ്ടി രാജ്യങ്ങൾ മുഴുവൻ ചുറ്റടിച്ച വിവിധ ദേശങ്ങളിലെ ജനനേതാക്കന്മാരുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും ജൂതമത പണ്ഡിതന്മാരുമായി 1-ാം തരം സംവാദം നടത്തി പരിചയപ്പെട്ട മുഹമ്മദ് നബിക്ക് മതദർശനങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ അറേബ്യൻ വിവരങ്ങൾ മാത്രമല്ല, അതിൻ്റെ പുറത്ത് രാജ്യങ്ങളിലെ വിവരങ്ങളും അദ്ദേഹത്തിന് സമ്പാദിക്കാനുള്ള ഭൗതികം അദ്ദേഹത്തിൻ്റെ മാതിരിയുള്ള ആളുകൾക്ക് സൗകര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളെ ഒരു വ്യക്തിയുടെ പരിമിതിയിലേക്ക് ഒതുക്കേണ്ടതില്ല, ഒരു സമൂഹത്തിൻ്റെ വിജ്ഞാന മണ്ഡലമായിട്ട് അതിനെ വികസിപ്പിച്ച് കാണണം. ഇദ്ദേഹം പറഞ്ഞതുപോലെ സൂര്യചന്ദ്രന്മാരുടെ ഗമനങ്ങളെക്കുറിച്ചൊക്കെ ഖുറാനിൽ പറഞ്ഞ പരാമർശങ്ങൾ അശാസ്ത്രീയമായ ചില പരാമർശങ്ങളുണ്ട്. സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഏതോ ഒരു കുളത്തിലേക്കെന്നൊരു പ്രയോഗമുണ്ട്. ഉദ്ധരണി ഇപ്പം ഞാനെടുത്ത് വായിച്ച് അവതരിപ്പിക്കാൻ സമയമില്ല. ഭൂമിയെക്കുറിച്ച് ഖുറാനുള്ള പരാമർശം ഭൂമിയെ അവൻ പരത്തി എന്നല്ലാതെ ഉരുട്ടി എന്നൊരൊറ്റ ഭാഗത്തും പറഞ്ഞിട്ടില്ല. 300 ചില്ലുവാനം സ്ഥാനങ്ങളിൽ ഭൂമി പരാമർശം ഖുറാനിലുണ്ട്. അവൻ ഭൂമിയെ പരത്തി, അതിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചു. അതെന്തിനു വേണ്ടി എന്നാൽ അത് മനുഷ്യനെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. CN നൗമദിലിയുടെ തർജ്ജമയിൽ നിന്നാണ് ഞാൻ ഈ മലയാള പരിഭാഷ ഉദ്ധരിക്കുന്നത്. അപ്പം അത്തരം പരാമർശങ്ങളും അതിലുണ്ട്. ഇതേപോലെ അന്നത്തെ വിവരത്തോട് ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ, ശരിയല്ലാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ശരിയല്ലാത്ത വിവരങ്ങൾക്ക് എന്താണ് ഉത്തരം കണ്ടെത്തുക? അപ്പോൾ മാത്രമാണോ മുഹമ്മദ് നബിയെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടത്? അതുകൊണ്ട് ഒരു പ്രത്യേക വാചകത്തെ അവലംബമാക്കിയിട്ട് കാണുന്നതിന് പകരം സാമൂഹ്യശാസ്ത്രപരമായി നബി ജീവിച്ച കാലഘട്ടത്തിൻ്റെ ഒരു ഉപകരണവും ഒരു ഉൽപ്പന്നവുമാണ് നബി എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് ചരിത്രപരമായ അറിവിൻ്റെ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ അവതരിപ്പിച്ചത്. അത് മുഹമ്മദ് നബിയെയോ ഇസ്ലാമിനെയോ അവഹേളിക്കാനല്ല, വസ്തുതകളെ വസ്തുതകരമായി കാണാനുള്ള ഒരു മനോഭാവത്തിൽ നിന്നാണ്. ചോദ്യകർത്താവ് എൻ്റെ കമൻറ്റും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്നത്. ഇവിടെ കലാനന്ദ മാഷ് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ സുബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ സുബദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു സിദ്ധവൈഭവമുള്ള ബുദ്ധിയുടെ ബോധപൂർവമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലായിരുന്നു എന്നാണ്. അവിടെ തന്നെ കലാനന്ദ മാഷിൻ്റെ അടിസ്ഥാന ആശയം പൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്കിസോഫ്രെനിക്കിന് ഈ രൂപത്തിൽ ജനങ്ങളിൽ നിന്ന് കൃത്യമായ അറിവ് സമ്പാദിക്കുകയും ആ അറിവിനെ വളരെ സമർത്ഥമായി അവതരിപ്പിക്കുകയും ചെയ്യാൻ മാത്രം ബുദ്ധി ഉണ്ടാകും എന്ന് വിചാരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇത് ഒരു ബുദ്ധിപരമായ ചർച്ചയല്ല, പരമാവധി കയ്യടി ഒഴിവാക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വൈകാരിക പ്രകടനം വേണ്ട, പക്ഷപാതങ്ങൾ നമുക്ക് വേണ്ടതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യടിക്കാൻ നിന്നാൽ അപ്പോൾ ഒന്നത്. പിന്നെ അബദ്ധങ്ങളുണ്ടെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധവുമില്ല, ഒരു അബദ്ധവുമില്ല. ഇത് ബോധപൂർവം പറയണാണ്.
വെള്ളത്തിലേക്ക് സൂര്യൻ പോകും എന്ന് പറഞ്ഞിട്ട് ഖുർആനിലൊരു പരാമർശമല്ല. സൂര്യൻ ചലിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് അബദ്ധമാണെന്ന് എടമറുക് അദ്ദേഹത്തിന്റെ ഖുർആൻ വിമർശന പഠനത്തിന്റെ ആദ്യത്തെ പതിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അത് അബദ്ധമാണെന്ന് തന്നെയായിരുന്നു ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ സൂര്യ ചന്ദ്രന്മാരെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത്. സണ്ണി സ്റ്റേഷനറി എന്നാണ് ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞ് പഠിച്ചിരുന്നത്, റിവോൾവിംഗ് റൗണ്ട്. പിന്നെ അപ്പോ ഇത് സത്യത്തിൽ അബദ്ധമാണ് എന്ന് നമുക്കറിയാം. സൂര്യൻ ചുരുങ്ങിയത് 4 തരം ചലനങ്ങൾക്കെങ്കിലും വിധേയമാണ് എന്നുള്ള വസ്തുത സൂര്യ ചലനത്തെക്കുറിച്ചുള്ള ഖുർആനിലെ പരാമർശങ്ങളെല്ലാം കൃത്യമാണ്, യാതൊരു പ്രശ്നമല്ല. പിന്നെ ഭൂമിയെ പരത്തിയതും അതേപോലെ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ? പരന്നിട്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ഇതെന്താ ടോളമിന്റെ കാലത്തെ മനുഷ്യനാണ്. ടോളമിയും ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. പക്ഷേ ഏതായിരുന്നാലും ഭൂമി നടുവിലാണ്, അതിന് ചുറ്റും ഉള്ള ഷെൽസ് ആയിട്ടാണ് സൂര്യനും ചന്ദ്രനും എല്ലാം. ഭൂമി നടുവിൽ ഒരു ഉരുണ്ടിട്ട് നിൽക്കുന്ന സാധനമാണെന്ന് തന്നെയായിരുന്നു ടോളമിന്റെ സങ്കല്പം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭൂമിയെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളിൽ പല രൂപങ്ങളിലുള്ള പരാമർശങ്ങളുണ്ട്. ഭൂമിയെ എന്നല്ല എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവനും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മനുഷ്യർക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ്. സൂര്യനെ നിങ്ങൾക്ക് വേണ്ടി വിളക്കാക്കി തന്നവൻ, ചന്ദ്രനെ നിങ്ങൾക്ക് വേണ്ടി വെളിച്ചമാക്കി തന്നവൻ, ആ ഉപരിലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങൾ ഇറക്കി തന്നവൻ, ആ നിങ്ങൾക്ക് ആവശ്യമായ സസ്യലതാദികളെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഇങ്ങനെ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യന് സർവശക്തനായ തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളായി കാണാനാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമിയെ വിധാനിച്ചത്, ഭൂമിയെ വിരിപ്പാക്കിയത്, ഭൂമിയെ തൊട്ടിലാക്കിയത്. പരിശുദ്ധ ഖുർആനിൽ നിരവധി തവണ പറയുന്നുണ്ട്, ഖുർആൻ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കിയിട്ടില്ലേ, അലം നജഅലിൽ അർള മിഹാദ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കിയില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധാനിച്ചു തന്നില്ലേ. ഇവിടെ തൊട്ടിലാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് ആരും എന്ത് മനസ്സിലാക്കാറില്ല, ഭൂമി 2 സൈഡിലേക്ക് ഇങ്ങനെ പൂർത്തി കെട്ടിയിട്ട് ഇങ്ങനെ ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്ന തൊട്ടിലാണ് എന്നാണ് മുഹമ്മദ് നബി വിചാരിച്ചതെന്ന് ആരും വിചാരിക്കാറില്ല. എന്താണ് തൊട്ടിൽ? തൊട്ടിൽ ഒരു കുഞ്ഞ് സുഖസുന്ദരമായി കിടന്നുറങ്ങുവാൻ ഉപയോഗിക്കുന്ന, ഒരു പ്രയാസമില്ലാതെ പ്രശ്നമില്ലാതെ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞിടത്തോളം ഉള്ള ഒരു ഏക തൊട്ടിൽ. നീണ്ടു നിവർന്ന് മനുഷ്യന് കിടക്കാൻ കഴിയുന്ന ഏക വിരിപ്പ് ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞിടത്തോളം മനുഷ്യന് ഭൂമിയാണ്. ഇതേപോലെ തന്നെ ഭൂമിക്ക് ആപേക്ഷികമായി മനുഷ്യന് ഭൂമി വിധാനിക്കപ്പെട്ടതാണ്. ഭൂമിക്ക് ആപേക്ഷികമായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഭൂമി വിധാനിക്കപ്പെട്ടതാണ് എന്നാണ് ഭൂമിയുടെ സവിശേഷത. ആ സവിശേഷത പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഭൂമിയുടെ അതേസമയം പ്രപഞ്ചത്തിന് മറ്റൊരു ഗോളവുമായി ആപേക്ഷികമായി പറയുമ്പോൾ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുമുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനം, യുക്കബ്ബിറുൽ ലൈല അലൻ നഹാരി വ യുക്കബ്ബിറുൻ നഹാര അലൽ ലൈൽ. രാത്രിയെ പകലിന്മേൽ ചുറ്റിക്കുന്നു, പകലിനെ രാത്രിയിൽ മേൽ ചുറ്റിക്കുന്നു. ഇത് അറബിയിലെ യുക്കബ്ബിറു എന്നുള്ള ആ ക്രിയ, കവറ എന്ന ക്രിയയിൽ നിന്നുണ്ടായത്. കുറത്ത് എന്ന് പറഞ്ഞാൽ ഏത് അറബി ചെറിയ കുട്ടികൾക്ക് വരെ അറബി അറിയാവുന്ന, കുറത്ത് എന്ന് പറഞ്ഞാൽ പന്ത് എന്നാണ്. ഒരു ഗോളം മറ്റൊരു ഗോളത്തിനെ ചുറ്റുന്നതിനെ കുറിച്ചാണ് ഇത് പറയാറ്. അപ്പൊ ഞാൻ പറയുന്നത് പ്രകൃതിയിലെ ഈ രാപ്പകലുകളുടെ മാറ്റം എന്നുള്ളത് ഭൂമിക്ക് ആപേക്ഷികമായി നടക്കുന്നതല്ല, മറിച്ചെന്താണ് സൂര്യനാപേക്ഷികമായി നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭൂമിക്ക് പുറത്തു നിന്ന് വീക്ഷിക്കുന്ന രൂപത്തിലുള്ള മാറ്റം. ആ മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഗോളാകൃതിയോ അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്ന പ്രതിഭാസങ്ങളോ ഒന്നും വിശദീകരിക്കാനുള്ള ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, മനുഷ്യൻ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. എങ്കിൽ മാത്രമേ മനുഷ്യ വിജ്ഞാനത്തിന് തന്നെ അർത്ഥം ഉണ്ടാകുള്ളൂ. അതേസമയം ഇത് ഖുർആൻ എന്താണ്, ധാർമ്മിക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ വാദം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധമില്ല എന്നുള്ളതാണ്, ഒരു അബദ്ധവുമില്ല എന്നുള്ളതാണ്. ഇവിടെ പർവ്വതങ്ങളെ മനുഷ്യനുമായി ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ മൗണ്ടൻസിന്റെ പർവ്വതങ്ങളുടെ ഭൂമിയിലെ ധർമ്മം എന്താണ്? പഠിച്ചോളൂ. ഭൂമിയുടെ ഇക്വിലിബ്രിയം നിലനിർത്തുന്നതിൽ പർവ്വതങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ച് ഇന്നും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൗണ്ടൻസിനെ കുറിച്ച് ഉള്ള വെബ്സൈറ്റുകൾ പരിശോധിച്ചോളൂ, അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന വിഷയത്തിൽ പർവ്വതങ്ങൾക്കുള്ള പങ്ക്.
പർവ്വതങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ആണികളാക്കിയതിനെ കുറിച്ച് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എടമർഗ് അദ്ദേഹത്തിന്റെ വിമർശന പഠനത്തിൽ. ആണി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കൂർത്തത് കണ്ടപ്പോൾ മുഹമ്മദ് നബിക്ക് തോന്നിയത് ആണിയായിരിക്കും എന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് നബിക്ക് ഒരു മിനിമം ബുദ്ധി സമ്മതിച്ചു കൊടുക്കണ്ടേ? ആരെങ്കിലും ആണി ഇങ്ങനെ നടക്കാറുണ്ടോ? ആണി ഇങ്ങനെ നടക്കാറുണ്ടാവും? ആ പർവ്വതം ഇങ്ങനെ കൂർത്തിട്ട് ആണി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എന്തൊരു വിഡിത്താണ്. യഥാർത്ഥത്തിൽ പർവ്വതം ആണിയാണ്. പർവ്വതം എത്രത്തോളം മുകളിലേക്കുണ്ടോ അതിനേക്കാൾ അധികം പർവ്വതം താഴേക്ക് വേരുകളുണ്ട് എന്നുള്ളതാണ് പർവ്വതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സുഹൃത്ത് ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിൽ അബദ്ധങ്ങളൊന്നുമില്ല. അപ്പൊ അബദ്ധങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അവതരിപ്പിക്കാറുണ്ട് പലരും. എടമർഗ് വിമർശിച്ചതുപോലെ എടമർഗ് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ തമസ്കരിക്കാൻ പരിശ്രമിച്ചതുപോലെ പലരും ചെയ്യാറുണ്ട്. കൃത്യമായി പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ് എന്നും യാഥാർത്ഥ്യങ്ങൾ അതിനപ്പുറത്താണ് എന്നും ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. പേര് അയ്യൂബ്, ഫറൂഖ് കോളേജ് വിദ്യാർത്ഥിയാണ്. ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പുകളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. പറയാനുള്ള ഇതാണ്, സൃഷ്ടിക്കപ്പെട്ടവനായാലും തനുണ്ടതായാലും മനുഷ്യൻ പറഞ്ഞ സാധനം ഉണ്ടായല്ലോ ഇവിടെ. ഉണ്ടായതിനു ശേഷം ഈ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരു കോമൺ വാല്യൂ പോയിന്റ് ഉണ്ടോ? മനുഷ്യന്മാരെല്ലാവരും സത്യം പറയണം, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇങ്ങനെ തോന്നിയ പോലെ ജീവിക്കാം, ഇങ്ങനെയുള്ളൊരു കോമൺ വാല്യൂ പോയിന്റ് ഉണ്ടോ? യെസ് ഓർ നോ ആൻസർ ആണ് വേണ്ടത്. രണ്ട് പാർട്ടിയും എത്തുന്നതാണ്. പിന്നെ നമ്മളിപ്പം ജീവിക്കുന്ന ഈ ഫിസിക്കൽ സിറ്റുവേഷനിൽ, ഭൗതിക സാഹചര്യത്തിൽ മതങ്ങൾ ഇല്ലാതിരുന്നൊരവസ്ഥ രണ്ടുപേരൊന്ന് പറയണം. പിന്നെ നേരത്തെ മമ്മൂക്കൂർ പറഞ്ഞ കഥ, ആ തവളയുടെ കഥ, ഇവിടെ തവള ആരാണ്? ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, എസ് ഓർ നോ ആൻസർ ഒന്നും ചോദിക്കരുത്. എസ് ഓർ നോ ആൻസർ പറയാൻ പറ്റൂല. കാരണം നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാന്ന് വിചാരിക്കുക, താങ്കളുടെ ഭാര്യ താങ്കൾ ഇപ്പോഴും തല്ലാറുണ്ടോ? എസ് ഓർ നോ ആൻസർ പറയും. കുടുങ്ങിയില്ലേ? യെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തല്ലാറുണ്ടെന്നായി, നോ എന്ന് പറഞ്ഞാൽ മുമ്പ് തല്ലാറുണ്ടായിരുന്നു ഇപ്പം നിർത്തിയിട്ടുണ്ടെന്നായി, അല്ലെ? അപ്പോ ഇത് നോ എന്ന് പറയുകയാണെങ്കിൽ അത് വിശദീകരിക്കാനുള്ളൊരു അവസരം കൂടി തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ചോദ്യം ചില കോമൺ വാല്യൂ പോയിന്റ്സ് ഉണ്ടോന്നാണ്, അല്ലെ? ഒരു അടിസ്ഥാനപരമായ മൂല്യങ്ങളുണ്ടോ എല്ലാവർക്കും? എന്താണ് സുഹൃത്ത് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. സത്യം പറയണം, ധർമ്മം ചെയ്യണം എന്നെല്ലാം ഉള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കുറെ കാര്യങ്ങൾ. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവികളുമായിട്ട് മനുഷ്യനുള്ള വ്യത്യാസം തന്നെ ജീവികൾക്ക് അവരുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട മൂല്യങ്ങളുമായി മുന്നോട്ട് പോയാൽ മതി, ഒരു പ്രശ്നമില്ല. മനുഷ്യന് ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട മൂല്യങ്ങൾ പോരാ, അതല്ലാത്ത മൂല്യങ്ങൾ ആവശ്യമാണ്. ആ മൂല്യങ്ങൾ ആണ് ഇവിടുത്തെ പ്രശ്നം. അത് ആര് തരും, എങ്ങനെ തരും എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ തവളയുടെ ഉദാഹരണത്തില് തവള ആരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്? പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശദീകരിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. പ്രവാചകന്മാർ ഈ സന്ദേശമായിട്ട് കടന്നു വന്നു. സന്ദേശം കൊണ്ടുവന്നപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടത്, ഒന്ന്, ആ പ്രവാചകന്മാർക്ക് ഈ നമുക്ക് ലഭിക്കുന്ന പ്രപഞ്ചപരമായ അറിവല്ലാതെ, പ്രകൃതിപരമായ അറിവല്ലാത്ത മറ്റു വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? പരിശോധനാ വിധേയമാക്കാം. പ്രപഞ്ചാതീതമായ വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? അപ്പൊ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ? അതിന് പരിശുദ്ധ ഖുർആൻ പരിശോധിക്കാൻ പറഞ്ഞു നിങ്ങളോട്. അതോടൊപ്പം തന്നെ പിന്നെ രണ്ടാമതായി പരിശോധിക്കേണ്ട എന്താണ്? അദ്ദേഹം കളവ് പറഞ്ഞിട്ടുണ്ടോ? തവള കളവ് പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചല്ലോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഒരു 40 വയസ്സ് വരെ സത്യസന്ധൻ എന്ന് സമൂഹം അംഗീകരിച്ച, സമൂഹത്തിന്റെ സകലവിധ ലാളനകളുമായി വളർന്നൊരു വ്യക്തി 40-ാമത്തെ വയസ്സിൽ ഒരു പച്ചക്കള്ളം പറയുന്നു. ആ പച്ചക്കള്ളം പറയുക വഴി അദ്ദേഹത്തിന് ലഭിച്ചതെന്താ? പീഡനങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വധശ്രമങ്ങളും എല്ലാം. ഇതെന്ത് യുക്തിയാണ്? ചിന്തിക്കാൻ കഴിയും അത്? അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് മിനിമം അദ്ദേഹത്തിന് അറിയാലോ ഞാൻ ഈ പറയുന്ന കള്ളാണെന്ന്, പിന്നെ അദ്ദേഹം ഈ പണിക്കൂ. അപ്പോ അതുകൊണ്ട് ഒരു സത്യസന്ധൻ ആയിരുന്നു എന്നത് ചരിത്രം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ സംഭവിക്കുവാൻ തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഉദാഹരണത്തിലൂടെ.
20-ാം നൂറ്റാണ്ടിന്റെ ആദ്യമാണെന്ന് തോന്നുന്നു. ദൈവം മരിച്ചു, അതുകൊണ്ട് മനുഷ്യൻ സ്വതന്ത്രനാണ്. ദൈവം മരിച്ചു, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, ജീവിതത്തിന്റെ ഏത് മേഖലയിലേയും കടക്കാം. സാർത്ര വന്നു, അദ്ദേഹത്തിന്റെ ഒരുപാട് ഫിലോസഫി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. സാർത്ര അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള കഥാപാത്രങ്ങൾ കാമുവും കാഫ്കയും വന്നു. ഒരുപാട് സൃഷ്ടികളുണ്ടായി. അവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് മൂവ്മെന്റ് എന്നുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതായത് മതത്തിൽ നിന്നെല്ലാം വിമുക്തമായി ഒരു പുതിയ സംവിധാനം കെട്ടിപ്പടുക്കുക. ദൈവമില്ലല്ലോ, അപ്പൊ ഈ ജനിച്ചുപോയ മനുഷ്യൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അപ്പോൾ ഈ മൂവ്മെന്റ് എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. ഈ പ്രസ്ഥാനം, അതിന്റെ ആ അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ, ഉദാഹരണം നമ്മുടെ കേരളക്കരയിൽ കാക്കനാടിൽ സൃഷ്ടിച്ച മസൂരി എന്ന കഥാപാത്രങ്ങളിൽ മസൂരി രോഗം രാജ്യത്ത് ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിലൊക്കെ കയറി കാണുന്ന പെൺകുട്ടികളെയും മറ്റുള്ളവരുടെ ഭാര്യമാരുമായിട്ട് രമിച്ചുകൊണ്ട് ജീവിതം അത്രേ നമുക്ക് ആസ്വദിക്കാറുള്ളൂ. അതുകൊണ്ട് കിട്ടുന്നിടത്ത് വെച്ച് ആസ്വദിക്കണം, മരിക്കല്ലേ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ വിജയവും പരാജയവും എങ്ങനെയായിരുന്നു എന്ന് രണ്ടുപേരും എനിക്ക് ധരിപ്പിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ചോദിക്കുമ്പോൾ അല്പം ബ്രീഫായിട്ട് എന്താണ് എക്സാക്ട് സ്റ്റോറി പറയാതെ ചെറിയൊരു ചോദ്യം. ഇവർക്ക് ഇപ്പൊ ആശയക്കുഴപ്പമാണ്. എന്താ ചോദ്യം ഉദ്ദേശം മനസ്സിലാക്കില്ല. അപ്പോ എക്സിസ്റ്റൻഷ്യലിസം സംഭവിച്ചെന്ന് വിമുക്തമായ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച എക്സിസ്റ്റൻഷ്യലിസ്റ്റ് മൂവ്മെന്റിന് എന്ത് പറ്റി? അവർ ഈ രാജ്യത്ത് സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ എങ്ങനെയായിരുന്നു അതിന്റെ പരിസമാപ്തി? ഇതാണ് ചോദ്യം. എക്സിസ്റ്റൻഷ്യലിസം ഇവിടെ പറഞ്ഞതുപോലെ ഹ്യൂമണിസത്തിന്റെയും മറ്റു പല രൂപങ്ങളിലും കടന്നു വന്ന രൂപം. സത്യത്തിലെ മൂല്യനിഷേധം എന്ന് പറഞ്ഞാൽ മതങ്ങളും നിയമകൂടങ്ങളും ഭരണകൂടങ്ങളുമെല്ലാം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച സകല മൂല്യങ്ങളെയും നിഷേധിക്കുക, എന്നിട്ട് മാനവികമായ ഞങ്ങളുടെ മൂല്യം ഞങ്ങൾ തന്നെ നിർണ്ണയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവർ. പരമാവധി ജീവിതത്തെ ആസ്വാദ്യകരമാക്കുക. ആ ആസ്വാദ്യത എന്നത് തന്നെ പല തലങ്ങളുണ്ട്. ഇപ്പോ കലാനാഥൻ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആസ്വാദ്യത അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളിലാണ്. അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളിലാണ്. ആ സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സംതൃപ്തി കണ്ടെത്തുന്നു. മറ്റു ചില ആളുകൾ മറ്റു കാര്യങ്ങളിലേക്ക് സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഈ തലങ്ങളിലേക്ക് പോകുന്ന പല രൂപങ്ങൾ ഉണ്ട്. ഇവിടെ എന്താണ് ധാർമ്മികത, മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാർമ്മിക സങ്കല്പം വളർത്താൻ വേണ്ടി ശ്രമിച്ചവർ അവസാന മൂല്യ നിഷേധത്തിന്റെ പടുകുടിയിൽ പോയി ചാടുകയാണ് ചെയ്തതെന്നുള്ളതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ എയ്ഡ്സിനെ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാക്കി തരുന്നത്. അവർ തന്നെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇന്ന് അരക്ഷിതമായ അവസ്ഥക്ക് കാരണഭൂതന്മാരായി തീർന്നത്. അവർ തന്നെയാണ് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച മൂലം, മറ്റ് സാമൂഹ്യ ബന്ധങ്ങളുടെ തകർച്ച മൂലമെല്ലാമുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾക്ക്, പാശ്ചാത്യ നാടുകളിൽ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണമായ ജീവിത വീക്ഷണത്തെ സമർപ്പിക്കുവാൻ നിമിത്തമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് അങ്ങനത്തെ വാദം ഉന്നയിക്കാൻ തന്നെ ആളുകളില്ലാത്ത അവസ്ഥാവിശേഷമാണുള്ളത് എന്ന് സൂചിപ്പിക്കും. ഒരുപാട് ദാർശനിക ചിന്തകൾ മതമണ്ഡലങ്ങളിലും മതേതര മണ്ഡലങ്ങളിലും വന്നിട്ടുണ്ട്. മരിച്ചുപോയ ഒരുപാട് മതങ്ങളുണ്ട്. പേര് പറഞ്ഞാൽ പോലും ഇപ്പോൾ വിശ്വാസം വരാത്ത അത്ര. ഗ്രീക്ക്, ഈജിപ്ത്, അങ്ങനെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഒരുപാട് മതങ്ങൾ. ഭാരതീയ മണ്ഡലങ്ങളിലും അത്തരം മതചിന്തകൾ തീരെ മൈൻഡ് ചെയ്യാത്ത മതചിന്തകളുണ്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി വളർന്നു വരുന്ന, വൈരുദ്ധ്യാത്മകമായ ദാർശനിക മണ്ഡലത്തിലെ വൈരുദ്ധ്യങ്ങളുടെ ഭാഗമായിട്ട് വളർന്നു വരുന്നതാണ്. അസ്തിത്വവാദവും അതുപോലെ കഴിഞ്ഞ തലമുറയിൽ വന്ന ഒരു പുതിയ ചിന്തയാണ്. പക്ഷെ ആ ചിന്തയ്ക്ക് ഇന്ന് വലിയ പ്രസക്തി, അന്ന് കിട്ടിയ സ്വാധീനം ഇന്നില്ല. അതുകൊണ്ട് മാത്രം ചിന്തയുടെ താത്വിക വശങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. സമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ അതിന് ദൗർബല്യങ്ങളുണ്ട് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതിപ്പോഴേ മാർക്സിസത്തിന് തന്നെ കഴിഞ്ഞ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു മേന്മ ഇന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും സോവിയറ്റ് റഷ്യയുടെ പിൻബലം നഷ്ടപ്പെടുന്നതോടുകൂടിയിട്ട്. എന്ന് കരുതി മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണോ തെറ്റ്, അതിന്റെ പ്രയോഗത്തിന്റെ ഫലമാണോ തെറ്റ് എന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവസാന വിധി പറയാനൊന്നും ഞാനൊന്നും ബാധ്യസ്ഥനല്ല, അതിന് തയ്യാറുമല്ല. അതുകൊണ്ട് അസ്തിത്വവാദത്തിന് ദൗർബല്യങ്ങൾ ഇന്നൊരു നിഷ്ക്രിയത വന്നിട്ടുണ്ട്, സ്വീകാര്യക്ഷമത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഭൗതികവാദ പ്രസ്ഥാനമായതുകൊണ്ടല്ല, ആത്മീയവാദ പ്രസ്ഥാനങ്ങൾക്കും ഇത്തരം അപജയം വരാറുണ്ട്.
അക്ബർ സർ ഇവിടെ ഒരു കഥ സൂചിപ്പിച്ചു, ആ മീനിൻ്റെതും തവളേൻ്റെതും. അപ്പോൾ തവള റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രവാചകനാണെങ്കിൽ തവള കരയിലും ജീവിക്കുന്നുണ്ട്, വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകനും എന്തായാലും രണ്ട് സ്ഥലത്തും ജീവിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക. അതല്ല, അവിടെ തന്നെ ഒരു മീൻ, ആ പുഴയിൽ തന്നെ ഒരു മീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഈ ഒരു കൊളുത്ത് വരുന്ന സമയത്ത് അതിന് ചിന്തിക്കായിരുന്നു, ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആ ഒരു മീനും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് സ്വപ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവിച്ചതെന്ന്. അപ്പോൾ അങ്ങനെ ആയിക്കൂടെ ഒരു പ്രവാചകന്റെ റോൾ അത്തരത്തിലും വന്നൂടെ? ഏതായിരുന്നു കഥ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. കഥനെ പറ്റി ഇപ്പോൾ 2-3 ആളുകൾ ചോദിച്ചല്ലോ. അപ്പോൾ ഇവിടെ പ്രവാചകന്റെ റോള് തവളയുടെ റോളാണെന്ന് പറയാൻ കാരണം അറിവിന്റെ വിഷയത്തിലാണ്. ഒരാൾക്ക് മറ്റൊരു മീനിന് ഇങ്ങനെ തോന്നുന്നതുണ്ടാവാം, പക്ഷെ അവിടെ എന്താണ്, നമുക്ക് ആ അറിവിനെ പരിശോധനാക്ഷമമായിട്ടില്ല. അതേസമയം പ്രവാചകന്റെ വിഷയത്തിൽ, ഇപ്പൊ തവളന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ലോകത്ത് പോകാൻ കഴിയുമോ എന്ന് മീനിനറിയില്ലല്ലോ, മത്സ്യത്തിനറിയില്ല ഇതിന് മറ്റൊരു ലോകത്ത് പോകാൻ കഴിയുമോ എന്ന്, അതിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ. ഇതൊരു താരതമ്യ കഥ മാത്രല്ലേ. അപ്പോ അതേസമയം ഈ മത്സ്യം അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും അതിന് മറ്റൊരു ലോകത്തേക്ക് പോകാൻ കഴിയുന്നു, അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് അറിവ് ലഭിക്കുന്നു. ആ അറിവ് ലഭിക്കുന്നോ എന്ന് പരിശോധിക്കാം നമുക്ക് പ്രവാചകന്മാരുടെ വിഷയത്തിൽ. അതാ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ രണ്ടാമതായി, ഞാൻ അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആൾക്ക് കളവും പറയാം. കളവ് പറയുമോ എന്നും പ്രവാചകന്മാരുടെ വിഷയത്തിൽ പരിശോധിക്കാം. ഒരു പ്രവാചകനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രവാചകന്മാരാരാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് പ്രവാചകന്മാർക്കെല്ലാം അഭൗതികമായ ഈ വിഷയത്തിൽ അറിവ് ലഭിച്ചു എന്നാണ്. ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്ക്, ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് പരിശോധനാക്ഷമമായിരുന്നു. അവർക്കിങ്ങനെ അറിവ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നു. അതിനാവശ്യമായ തെളിവുകൾ അവരുടെ അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ആ തെളിവാണ് ഞാൻ പരിശുദ്ധ ഖുർആനാകുന്ന തെളിവ് പറഞ്ഞത്. പരിശോധിക്കാൻ നിങ്ങൾക്ക് ആ പരിശോധിച്ചിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഇത് അഭൗതികമായ ഒരു ലോകത്തെക്കുറിച്ച് കൃത്യമായ അറിവാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഭൗതിക ലോകത്തെക്കുറിച്ചുള്ള അറിവ്, നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ലോകത്തുള്ള അറിവ്, അതിനെ കുറിച്ച് അത് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സാക്ഷി നിൽക്കുന്നു എന്നുള്ളതിനാണ് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നത് തവളന്റെ ഉദാഹരണം പറഞ്ഞത്. അവിടെ ഒരു സാധാരണക്കാരനുണ്ടായ ഒരു ബോധ്യം ഇക്കൂടെ എന്നാണ് സഹോദരന്റെ ചോദ്യം. അവിടെ ഒരു സാധാരണക്കാരനുണ്ടായ ബോധ്യമാകാം, പക്ഷെ പരിശോധന നടത്താലോ നമുക്ക്. അങ്ങനെയാണെങ്കിലും കേവലം ഒരു സ്വപ്നമാകാം, അവിടെയും പരിശോധന നടത്താലോ. ഒരു സ്വപ്നമാണോ അവിടെ നമുക്ക് മനസ്സിലാവുന്നു, അങ്ങനത്തെ ഒരു സ്വപ്നം ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ആകുമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇങ്ങനെ ഒരു പ്രമാണം ഉണ്ടാകുമായിരുന്നില്ല എന്ന് മനസ്സിലാവുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്റെ ചോദ്യം അക്ബർ സാറോടാണ്. അത് ദൈവം അത്ര ഒരൊറ്റ മിനിറ്റ്. ഈ തവളയുടെ ഉദാഹരണത്തിന്റെ ഒരു സൂത്രപ്രയോഗമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, മത്സ്യത്തിന്റെ കാര്യം വെള്ളത്തിനുള്ളിലാകുമ്പോൾ പൂർണ്ണമായി മനസ്സിലാവില്ല. കരയിൽ ജീവിക്കുന്നൊരു ജീവിക്ക് മാത്രമേ സത്യത്തിന്, ഈ തവളയ്ക്ക് സത്യം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന. തവളയെയും മത്സ്യത്തെയും ഉദാഹരിക്കുമ്പോൾ ഇത് വളരെ ഉചിതമായ ഒരു ഉദാഹരണമാണ്. പക്ഷേ ഈ തവള പരലോകത്തുനിന്ന് വരുന്ന ഒരു തവളയാണോ? പരലോകത്തുനിന്ന് വന്ന വിജ്ഞാനം ഇതുപോലെ ഇഹലോകത്തിലെ ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് പറയാനാണ് ഈ ഉദാഹരണം അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഉദാഹരണത്തിലൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം തവള യഥാർത്ഥത്തിൽ കരയിലുണ്ട്, വെള്ളത്തിലിറങ്ങുകയും ചെയ്യും. പക്ഷെ പരലോകത്തിന് ആരും പിന്നെ വന്നത് കണ്ടിട്ടില്ല. അന്ത്യപ്രവാചകരാണെന്ന് പറഞ്ഞ് വരവ് നൃത്തം ചെയ്തിട്ടുള്ളത് ഒരു വൈരുദ്ധ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാഷ് പറഞ്ഞ പോലല്ല, ഞാൻ അറിവിന്റെ വിഷയത്തിലാണ് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറയാൻ, അറിവിന്റെ വിഷയത്തിലാണ് പറഞ്ഞത്. ഒന്ന്, മുഹമ്മദ് നബിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അനുഭവത്തിന്റെ അറിവ് തന്നെ ഉണ്ട്. അതാണ് ഇവിടെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മിഅ്റാജ്. അത് നമ്മൾക്ക് ചിലപ്പോൾ നിഷേധിക്കാം. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന പ്രമാണം തന്നത്, പരിശുദ്ധ ഖുർആനാകുന്ന പ്രമാണം. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് പോയി വന്ന അറിവ് തന്നെ ഉണ്ട്. മിഅ്റാജ് രാവിലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പോയി വന്നിട്ടുണ്ട് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു വിശ്വാസത്തിന്റെ തലാണ്, നമുക്ക് പരിശോധനക്ഷമമല്ല. കാരണം മുഹമ്മദ് നബി കഴിഞ്ഞു പോയി, അദ്ദേഹം പോയി വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പരിശോധനക്ഷമമല്ല. അപ്പോ പരിശോധനക്ഷമമായ തെളിവ്, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനാകുന്ന തെളിവ് ഉദ്ധരിച്ചത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അവിടെ എന്താണ്? അറിവാണ് അതിന്റെ തലം.
ഇവിടെ തവളന്റെ ഉദാഹരണം അതേപോലെ ആപ്റ്റാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. നബിനെ തവളാക്കി എന്ന് പറഞ്ഞിട്ട് അത് ഇനിയൊരു ഒരു ദുർവ്യാഖ്യാനത്തിന്റെ ആവശ്യമല്ല. എന്താന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണാനന്തര ജീവിതത്തെ കുറിച്ച് അറിവ് ലഭിക്കുവാൻ സാധ്യത ഉണ്ടോ? ഒരു ഭൗതികമായ ഒരു ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യം വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെ ചോദ്യം അക്ബർ സാറോടാണ്. കാരണം ദൈവം അത്ര നീതിമാൻ ആണെങ്കിൽ നമ്മൾ ഈ കണ്ണ് കാണാത്തവരും കാല് ഇല്ലാത്തവരൊക്കെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമല്ല, ഈ മാറാടും ഗുജറാത്തൊക്കെ പഠിച്ചവനെ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ ആളുകൾ കരഞ്ഞിട്ട് ഒരു കൂട്ടക്കൊലക്ക് വരെ സംഭവം ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ സമയത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ദൈവം നമുക്ക് ആവശ്യമുണ്ടോ എന്നതാണ്. നല്ലൊരു ചോദ്യമാണിത്. ദൈവം അത്ര നീതിമാനാണെങ്കിൽ കണ്ണ് കാണാത്തവനും പിന്നെ അതേപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെല്ലാം ഭൂമിയിൽ സൃഷ്ടിച്ചത് പിന്നെ എന്തിനാണ്? ഇനി ദൈവം നീതിമാനല്ല, ദൈവം ഇല്ല എന്ന് വിചാരിക്കുക, എങ്കിൽ ഈ കണ്ണ് കാണാത്തവരും മറ്റേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഇവിടെ ഉണ്ടായല്ലോ, അതിനെന്ത് നീതിബോധമുള്ളത്? ഇവിടെയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കൈയടിച്ചാണ്ട് പിന്നെ നമ്മൾ ഈ ഗൗരവതരമായ ചർച്ചയെ വൈകാരിക തലത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മനുഷ്യന്റെ ലോകത്ത് ഇതേ രൂപത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. ഈ വൈകല്യങ്ങൾക്ക് പോലും കാരണം പലപ്പോഴും മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. ഏതോ തലമുറയിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് പല വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ജനിതക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, മ്യൂട്ടേഷന് കാരണം മനുഷ്യൻ്റെതല്ലാത്തതുണ്ടാകാം, പ്രകൃതിപരമായ കാരണങ്ങളുണ്ടാകാം. പക്ഷേ പൊതുവെ ഉള്ള മനുഷ്യലോകത്തുള്ള പ്രശ്നങ്ങൾ, അംഗവൈകല്യത്തെ പോലുള്ള പ്രശ്നങ്ങൾ, അത് മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്നതാണ്. ആ മ്യൂട്ടേഷൻ ആകട്ടെ മനുഷ്യരുടെ കൈകടത്തൽ, പ്രകൃതിയിലെ ക്രൂരമായ കൈകടത്തലുകൾ വഴിയാണ്. ഉദാഹരണത്തിന് ഹിരോഷിമ നാഗസാക്കികളിൽ നമുക്കറിയാം, ബോംബിട്ടു, അതിന്റെ ഫലമായി ഇന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം. ഇവിടെ ഏതോ ഒരു തലമുറയിൽ ജീവിച്ച ഒരാൾ ചെയ്ത ഒരു ദുഷ്കർമ്മത്തിന്റെ ഫലം ഇന്നും നിങ്ങൾ അനുഭവിക്കുന്നു. ആർക്കും അറിയില്ല എന്തുകൊണ്ട് എന്ന്. അപ്പൊ ആ പ്രയാസം ഇവിടെ അനുഭവിക്കുന്നതിന്, ആ പ്രയാസം അനുഭവിക്കുന്നതിന് ബാക്കിയുള്ളവരെ പോലെ ആകാൻ കഴിയാത്തതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത് ചെയ്ത വ്യക്തിക്ക് അയാൾ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ദുഷ്കർമ്മമാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തലമുറകൾ ആരൊക്കെ പ്രയാസങ്ങൾ സഹിച്ചോ ആ പ്രയാസങ്ങൾക്ക് മുഴുവനും കൃത്യമായ പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് മരണാനന്തര ജീവിതം. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഈ വിഷയം നമുക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ സാധ്യമല്ല. കേവലം ഭൗതിക ജീവിതം മാത്രമാണെന്ന് വിചാരിക്കുക. എങ്കിലോ ഈ പ്രകൃതി ആണെങ്കിലോ, ഈ പ്രകൃതി വികൃതി ആയി കാണിച്ചു, ഞാൻ അതിന് എന്തിന് പ്രയാസപ്പെടണം? എന്തുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്തുകൂടാ? ഒരു കുട്ടിക്ക് വിചാരിക്കാം, എല്ലാവരും കാണുന്നു, എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും നടക്കുന്നു, എനിക്കിങ്ങനെ പ്രയാസം, എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തുകൂടാ? ഇവിടെ മതത്തിന്റെ ഉത്തരമുണ്ട്, പാടില്ല. നിനക്ക് ഈ രൂപത്തിൽ നൽകിയിട്ടുള്ള ജീവിതം ആ രൂപത്തിൽ ആസ്വദിക്കുവാനുള്ളതാണ്. അങ്ങനെ നീ ചെയ്യിക്കുന്ന പ്രയാസത്തിനും പ്രതിഫലം, നിന്റെ ജീവിതത്തിനും പ്രതിഫലം. അവിടെയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം വരുന്നത്. പിന്നെ ഈ നേരത്തെ കലാനാഥ മാഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവം വിളിച്ചിട്ട് കേൾക്കണില്ല. അങ്ങനത്തെ ഒരു ദൈവം എന്തിന്? ഇവിടെ ഭയങ്കരമായൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ അടുത്ത്. പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും എല്ലാ തലത്തിലും ഉത്തരം നൽകുക ദൈവം എന്നല്ല ഇനി ആര് വിചാരിച്ചാലും സാധ്യമല്ല ഈ ഭൂമിയിൽ. കാരണം ഞാനിപ്പോ പ്രാർത്ഥിക്കും, ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് മഴ പെയ്യരുത്, കർഷകൻ പ്രാർത്ഥിക്കും മഴ പെയ്യണേ, ദൈവം കുടുങ്ങും. അല്ല, ഞാൻ പറയുന്നത് മഴ പെയ്യണമെന്നും പെയ്യരുത് എന്നും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവനെല്ലാം എല്ലായ്പ്പോഴും ആ പ്രാർത്ഥനക്കനുസരിച്ചുള്ള ഉത്തരം നൽകുന്നവനല്ല ദൈവം. മറിച്ചെന്താണ്, ആ പ്രാർത്ഥനകൾ എന്തടങ്ങിയാലും ആത്യന്തികമായി മനുഷ്യർക്ക് നന്മ എന്താണെന്ന് കൃത്യമായി അറിയുന്നവനാണ് ദൈവം തമ്പുരാൻ. ആത്യന്തികമായി മനുഷ്യർക്ക് നന്മ എന്താണോ അതാണ് പടച്ച തമ്പുരാനിൽ നിന്നുണ്ടാകുന്നത്. ആത്യന്തികമായി എന്താണ് നന്മ? ചിലപ്പോൾ നമുക്ക് വ്യക്തിപരമായി ആ നന്മ, സമൂഹത്തിന് ഒന്നിച്ചുള്ള നന്മ, അല്ലെങ്കിൽ ആത്യന്തികമായ നന്മ വ്യക്തിപരമായി എനിക്ക് പ്രയാസമായി ഭവിച്ചേക്കാം, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പ്രയാസമായി ഭവിച്ചേക്കാം. അത് നമുക്കറിയില്ല, പലതും നമുക്കറിയാത്തതുള്ളതുപോലെ തന്നെ. അപ്പോ ആത്യന്തികമായി നന്മയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് മാറാടായിരുന്നാലും എവിടെയായിരുന്നാലും അത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ്. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ടാണ് ഈ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് വാദിക്കാം. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ബാക്കിയുള്ള ജീവികളെ പോലെ അയാൾ തരക്കടിലായിരുന്നു, ഒന്നൊരു പ്രശ്നമല്ല, എന്നെ എന്തുകൊണ്ട് കുരങ്ങാക്കിക്കൂടാ,
കൂടായിരുന്നോ, എന്നെ എന്തുകൊണ്ട് പട്ടിയാക്കി കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലുള്ള ചോദ്യമാണത്. അവിടെ എന്താ, നമുക്ക് സ്വാതന്ത്ര്യം തന്നു, സ്വതന്ത്രമായ അസ്തിത്വം തന്നു. ആ അസ്തിത്വത്തിന്റെ പൂർണ്ണത എപ്പോഴാണ്? ആ സ്വാതന്ത്ര്യം സൃഷ്ടിപരമായി വിനിയോഗിക്കുമ്പോഴാണ്, നശീകരണോത്മകമായി വിനിയോഗിക്കാതിരിക്കുമ്പോഴാണ്. അതാണ് മതത്തിന്റെ ഈ രംഗത്തുള്ള നിർദ്ദേശം എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇത്തരം ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സദസ്സ്, ഇപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ഒരു ഇതുണ്ടല്ലോ, ഒരു സംവാദത്തിന്റെ സംസ്കാരം, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിപ്പോ ഒരു കോളേജ് ഇതല്ലേ, ഒരു സിറ്റുവേഷൻ അല്ലേ, ചോദിക്കുക. എന്താ ഒരു പ്രയാസം? ചോദിച്ചു പഠിക്കാം നമ്മൾ, അല്ലേ? ചോദിക്കട്ടെ. എൻ്റെ ചോദ്യം, മാതാ അമൃതാനന്ദമയ്യയും മുഹമ്മദ് നബിയെയും താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അത് ഒരു ചോദ്യം. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആൾദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ശിഹാബ് തങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആൾദൈവം എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഇവിടെയെല്ലാം ആ ചോദ്യം പോയോ? ചോദ്യം എവിടെ? ഒന്ന്, മാതാ അമൃതാനന്ദമയ്യയും മുഹമ്മദ് നബിയും ആൾദൈവമാണ് എന്നതിന് അഭിപ്രായത്തോടെ എന്താണ് നിലപാടുന്ന? മാതാ അമൃതാനന്ദമി ആൾദൈവമാണ്. മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. അയാളെ പ്രവാചകന് മാനുഷികമായ എല്ലാ സവിശേഷതകളുള്ള ഒരാളായിട്ട് മാത്രമേ ഖുറാനിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുള്ളൂ. ദൈവികമായ യാതൊരു കഴിവും അദ്ദേഹത്തിന് ഇല്ലാന്ന് ഖുറാന്റെ വിശകലനം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ട് നബിയെ ഒരാൾദൈവമായി വിലയിരുത്തുവാൻ ന്യായമല്ല. പക്ഷെ മാതാ അമൃതാനന്ദമായി ഞാനിങ്ങനെ പല ദൈവങ്ങളുടെയും അവതാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പരിവേഷം കെട്ടി നടക്കുകയാണ്. അവരെ നാം വിളിക്കേണ്ടത് ആൾദൈവം എന്ന് തന്നെയാണ്, ആളെ രൂപത്തിലുള്ള ദൈവം. അതുകൊണ്ട് ആൾദൈവം അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമില്ലാത്ത ചില ഹിന്ദു നേതാക്കന്മാർ അടുത്ത കാലത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആൾദൈവം എന്ന് വിളിച്ചാൽ മോശമാണത്രേ, പിന്നെ മനുഷ്യനല്ലെങ്കിൽ പിന്നെ മൃഗദൈവം എന്നിട്ട് വിളിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അങ്ങനെ തന്നെ വിളിച്ചാൽ മതി, പേര് മാറ്റരുത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ രണ്ടാമത്തത്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആൾദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾക്ക് ആൾദൈവങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. പ്രവാചകനെ പോലും അങ്ങനെ ആവാൻ സമ്മതിക്കാത്ത ഇസ്ലാമിന് പിന്നെ എങ്ങനെയാണ് മലപ്പുറത്തും കോഴിക്കോട്ടൊക്കെ ആൾദൈവം ഉണ്ടാവുക? ഖുറാനിക് വിശ്വാസപ്രകാരം ഖുറാനിക് വിശ്വാസപ്രകാരമുള്ള എൻ്റെ വിലയിരുത്തലും അത് തന്നെയാണ്. അക്കാര്യത്തിൽ ഞാനും അക്ബറും തമ്മിൽ തർക്കമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ശിഹാബ് തങ്ങളെ ആണോ കേരളത്തിലെ ഏറ്റവും വലിയ ആൾദൈവം എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഞാൻ ദൈവമാണെന്നോ ദൈവികമായ സവിശേഷ കഴിവുകളാണ്, അത്ഭുതങ്ങളാണ് ഞാൻ കാണിക്കുന്നതെന്നോ ഒരു സ്ഥലത്തും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം ആൾദൈവമാണെന്ന് ആരെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ വസ്തുതാപരമായ ഒരു പരാമർശമല്ല. പക്ഷെ വേണമെങ്കിൽ ഇത്രയും പറയാം, അയാൾ ഇടയ്ക്ക് ചില മന്ത്രമൊക്കെ ചെയ്യാറുണ്ട്, ഈ വെള്ളം ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക. വേണമെങ്കിൽ അദ്ദേഹത്തെ ഒരു ചെറിയ മന്ത്രവാദി എന്ന് പറയാം, വലിയ മന്ത്രവാദിയും അല്ല, ഒരു കൊച്ചു മന്ത്രവാദിയാണെന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. പക്ഷെ ആൾദൈവം എന്ന് പറയുന്നത് വലിയ ശതമാനം തെറ്റ് തന്നെയാണ്. അക്ബർ മാഷോടാണ് ചോദ്യം. അതായത് നമ്മുടെ ഇസ്ലാമിക കാര്യങ്ങളിൽ എന്തിനും രണ്ട് സാക്ഷികൾ വേണമെന്ന് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ വഹി ഇറങ്ങുമ്പോൾ രണ്ട് സാക്ഷികൾ വേണമെന്ന് തെറ്റിദ്ധരിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നാലും തെറ്റിദ്ധരിക്കുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നൊക്കെയാണ്. കൂടുതൽ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് ഈ രണ്ട് സാക്ഷികളില്ലാത്ത. അവിടുന്ന് പറഞ്ഞത് രണ്ട് സാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിൽ 4 വേണമെന്ന് അഭിപ്രായപ്പെടും. അതല്ല, ഈ രണ്ട് സാക്ഷികൾ അവിടെ മാത്രം എന്താ ഇല്ലാത്തത്, തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇവിടെ രണ്ട് സാക്ഷികൾ വഹീന്റെ വിഷയത്തിൽ എന്തുകൊണ്ടുണ്ടായില്ല? ഇവിടെ എല്ലാ വിഷയത്തിലും രണ്ട് സാക്ഷികൾ വേണം എന്നൊരു നിയമം ഇസ്ലാമിൽ ഇല്ല. ആദ്യം അത് മനസ്സിലാക്കാം. ഒന്നെന്താ വെച്ചാൽ പ്രവാചകന്റെ ജീവിതത്തിന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്ലാമികമായ കർമാനുഷ്ഠാനങ്ങളുണ്ട്. ആ കർമാനുഷ്ഠാനങ്ങളിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പത്നിയുടെ റിപ്പോർട്ടാണ് നമ്മൾ സ്വീകരിക്കുക. ഇവിടെ എന്താണ് ഒരു കാര്യത്തിൽ ഉള്ള
പ്രത്യേകിച്ച് സാമ്പത്തികമായ വിഷയത്തിലുള്ള ഇടപാടുകളുടെ കാര്യത്തിലാണ് സാക്ഷികളുടെ കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇടപാടുകളുടെ വിഷയത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇത് 2 സാക്ഷിയായിരുന്നാലും 10 സാക്ഷിയായിരുന്നാലും നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. 10 ആൾക്ക് ഒന്നിച്ച് സ്കിസോഫ്രേനിയ ഉണ്ടായാൽ മതിയല്ലോ, അത് ഗ്രൂപ്പ് ഹിപ്നോസിസ് ആണെന്ന് പറയാം. അത് ഇവിടെ എന്താ വെച്ചാൽ ഇതിന്റെ ഫലമായി, വഹിയിന്റെ ഫലമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താ? പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പരിശോധനാക്ഷമമാണ്. ഇത് വഹിയാണോ? അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ല. അതിന് സാക്ഷികളുടെ പ്രശ്നമില്ല. എന്താണ്? വഹീന്റെ ഫലമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആനാകുന്ന വഹീന്റെ പ്രോഡക്റ്റ് അത് പരിശോധനക്ഷമമാണ്. ആർക്കും പരിശോധിക്കാം. അത് ദൈവികമായ വെളിപാടുകൾ തന്നെയാണോ എന്ന് പരിശോധിച്ചിട്ട് അത് ദൈവിക വെളിപാടുകളാണെന്ന് പരിശോധനയിൽ ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് സ്വീകരിക്കേണ്ടത്. അല്ല എന്നാണ് ബോധ്യമെങ്കിൽ അത് ഒഴിവാക്കാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണത്. പക്ഷെ ഇവിടെ സാക്ഷി എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിപരമായി പടച്ച തമ്പുരാൻ തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് അതിലുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നാണ് ആ വിഷയത്തിൽ പറയാൻ. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം അക്ബർ സാഹിബിനോട്. ഖുർആന്റെ ദിവ്യത്വത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് പറഞ്ഞാൽ ഈ അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതുപോലൊരു രചന നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ അത് നിങ്ങൾ ഖുർആന്റെ ദിവ്യത്വത്തെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വേറൊരാൾ ഒരു രചന കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് ഖുർആനോട് എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും? എന്നിട്ട് എങ്ങനെ നമ്മൾ സ്ഥാപിക്കാൻ പറ്റും അത് ദൈവികമല്ലെന്നുള്ളത്? ഇവിടെ സുഹൃത്തിന്റെ ചോദ്യം പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഇതേപോലുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന ഫഅ്തു ബിസൂറത്തും മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ എന്ന് പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ വചനത്തിലുണ്ട്. അഥവാ നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ സന്ദേശത്തിൽ ആരെങ്കിലും സംശയാലുക്കളാണെങ്കിൽ അതിലെ ഒരധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ ദൈവമൊഴിച്ചുള്ള എല്ലാ സഹായികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്നാണ്. ഇതൊരു അധ്യായം കൊണ്ടുവന്നാൽ എങ്ങനെ പരിശോധിക്കും എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ സവിശേഷതയാണ്. അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ സവിശേഷതയാണിത്. കാരണം അറബി സാഹിത്യത്തിലെ സാമ്രാട്ടുകൾ അന്നു മുതൽ ഇന്ന് വരെ ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യം എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അധ്യായം കൊണ്ടുവന്നിട്ടില്ല. ഇന്നിപ്പോ ഇന്റർനെറ്റിലെല്ലാം ഖുർആന്റെ അധ്യായത്തിന് തുല്യം എന്ന് പറഞ്ഞിട്ട് ചില അറബിയിലുള്ള ചില അധ്യായങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അത് അവര് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലെ ചില മിസ്റ്റേക്സ് തിരുത്തിക്കൊണ്ട് ശരിയാക്കാറുണ്ട്. അപ്പൊ അതിന്റെ തന്നെ അർത്ഥം എന്താണ്? ആ രൂപത്തിൽ അവർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്നില്ല എന്നാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം, മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, അറബി ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കൊണ്ടുവന്നാൽ പരിശോധിക്കാൻ പ്രയാസമാണ്. അത് അറബി പണ്ഡിതന്മാർ പരിശോധിക്കേണ്ടതാണ്. നമുക്ക് ഖുർആന്റെ സത്യത തെളിയാൻ ഞാൻ പറഞ്ഞ മറ്റു മാർഗങ്ങൾ, അഥവാ നമ്മുടെ വിജ്ഞാന ശാഖകളെ പരിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ആ വിജ്ഞാന ശാഖകളിൽ പറയുന്ന ഏതെങ്കിലും കാര്യം പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഏതെങ്കിലും പരാമർശങ്ങളുമായി വൈരുദ്ധ്യം പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ പറയുന്ന 100% സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫവൈലുൽ ലില്ലദീന യക്തു. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 82-ാമത്തെ വചനത്തിൽ പറയുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. അത് പരിശോധിക്കാം, ആർക്കും പരിശോധിക്കാവുന്ന ആശയപരമായ ഏതെങ്കിലും വൈരുദ്ധ്യങ്ങളോ വൈകല്യങ്ങളോ ഉണ്ടോ എന്ന് അങ്ങനെ നമുക്ക് പരിശോധിക്കാം. അതേസമയം ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ പരിശോധിക്കണമെങ്കിൽ ഭാഷയിൽ അഗാധമായ ജ്ഞാനം ആവശ്യമാണ്. ഇവിടെ നമ്മൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള 2 വ്യക്തികൾ അവരുടേതായ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നു. എനിക്കറിയേണ്ടത്, നമ്മൾ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ
മതങ്ങൾ എന്നത് മനുഷ്യനെ ധാർമ്മികമായി ഏറ്റവും മികച്ച ഒരു മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള തത്വസംഹിതകളാണ്. എനിക്കിവിടെ രണ്ടുപേരും ഉത്തരം പറയേണ്ട ഒരു താല്പര്യമുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ മതങ്ങൾ ലോകത്തിലില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അപ്പോൾ എങ്ങനെയായിരുന്നു മനുഷ്യൻ ഇവിടെ ജീവിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉത്തരമാണ് വേണ്ടത്. മാഷ് പറയുന്നത് ഞാൻ ആദ്യം പറയണമെന്ന് എന്നെയും കൂടി വട്ടാലോ മാഷിക്കുന്നത്. അപ്പൊ ഏതായാലും മതങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മതമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള വീക്ഷണം. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ആ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് ആ വീക്ഷണമാണ് പറയേണ്ടത് ഞാൻ. അഥവാ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണോ അതാണ് മതം. മനുഷ്യന്റെ എല്ലാ രംഗത്തും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിൽ അവൻ അനുധാവനം ചെയ്യേണ്ട നിയമങ്ങൾ, അവനെ മാനവികതയിലെത്തിക്കുന്ന നിയമങ്ങൾ, അതാണ് മതം. അതാണ് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട മതത്തെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വികലമാക്കിയത് സത്യത്തിൽ ഞാൻ എൻ്റെ പ്രഭാഷണത്തിന് നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച പോലെ മതത്തിന്റെ കുപ്പായമിട്ട ഭൗതികവാദികളാണ്. അഥവാ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക എന്ന ലക്ഷ്യവുമായി കടന്നുപോയവരാണ്. അവർ മതത്തെയും ദൈവത്തെയും എല്ലാം തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ മതമില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ മതമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഈ ഒരു സവിശേഷമായ അസ്തിത്വം തന്നെ നിലനിൽക്കുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ മനുഷ്യൻ എന്നുള്ള സവിശേഷ അസ്തിത്വത്തിന്റെ തന്നെ വ്യതിരിക്തത ഈ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യത്തിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളും അനുശാസനകളുമെല്ലാമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ പോലും ഒരുപാട് ഗോത്രവർഗ വിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇതേപോലെ അംഗീകൃതങ്ങളായ ഒരു പ്രഖ്യാപിത മതത്തിൻ്റെ ധർമ്മസംഹിതകൾ കിട്ടിയിട്ടില്ലെങ്കിലും അവരുടേതായ ജീവിത രീതിയിൽ അവർ സുഖമായി കഴിഞ്ഞു പോകുന്നുണ്ട്. ഒരുപക്ഷെ അമേരിക്കൻ നാഗരികതയുടെ മനോഹാരിത ഈ ഗോത്രവർഗ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് ലോകത്തിൽ ഒരു 4000-ൽ പരം ഭാഷകളുണ്ട്. ഓരോ ഭാഷാ വിഭാഗവും ധാർമ്മികമായി വ്യത്യസ്ത സമൂഹങ്ങളാണ്. ആ സമൂഹത്തിൻ്റെ പ്രാദേശിക തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ധർമ്മവാദങ്ങൾ കൊണ്ടാണ് അവരൊക്കെ ജീവിച്ചു വന്നത്. പക്ഷേ പുതിയ മതങ്ങൾ വന്നപ്പോൾ അവരൊക്കെ ഒരേ ചാനലിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ ആ ഒറ്റപ്പെട്ട് ജീവിച്ചു വന്നിരുന്ന ഭൗതിക ചരിത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളായ വിവിധ സമൂഹങ്ങളെ പൊതുധാർമ്മികതയിലേക്ക് നയിക്കുക എന്ന ഒരു നിലപാടാണ് മതങ്ങൾ എടുത്തത്. അതിൻ്റെ ഫലമായിട്ടാണ് മതനിയമങ്ങൾക്ക് ഒരു സ്വാധീനം ബഹുജന സമൂഹത്തിൽ വന്നത്. ഈ മതങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവരുടെ പ്രാദേശികവും ഗ്രാമീണവും നൈസർഗികവുമായ ധാർമ്മികതകൾ നിലനിൽക്കുമായിരുന്നുവെന്നും അത് മതധാർമ്മികത പോലെ അപകടകരമാകുമായിരുന്നില്ല എന്നുമാണ് എൻ്റെ ഊഹമാണത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് മതങ്ങൾ തമ്മിൽ നടത്തുന്ന കഴിഞ്ഞ ഒരു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി നടത്തിയ കലാപങ്ങളും സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും അതിൻ്റെ ഫലമായ മാനവിക വേദനകളും എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല. അതൊന്നും ഈ പൂർവികമായ ഒരവസ്ഥയിലാണ് ഇരുന്നെങ്കിൽ ഇത്ര വ്യാപകമാകുമായിരുന്നില്ല എന്നൊരു ധാരണയാണ് എനിക്കുള്ളത്. എന്തായാലും മതം ധാർമ്മികത സൃഷ്ടിച്ചു എന്നതുകൊണ്ട് മാത്രം മതക്കാരൊക്കെ ധർമ്മ നിലവാരം ഉയർന്ന് പ്രകടിപ്പിച്ചവരല്ല എന്നത് എല്ലാ മതവിഭാഗങ്ങളുടെയും ചരിത്രപരമായ സത്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ മതേതരമായ ഒരു ജീവിതം ഉണ്ടായിരുന്നുവെങ്കിലും ധാർമ്മികത നിലനിൽക്കുമായിരുന്നുവെന്നും ഒരുപക്ഷെ ആ ധാർമ്മിക നിലവാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. അത് മാനുഷികമായ പരിമിതികൾക്ക് വിധേയമായി നിലവാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്ന ഒരു തർക്കമുണ്ട്. അത് സ്വാഭാവികമായും അനുഷേധ്യമായ യാഥാർത്ഥ്യമാണ്. അനുഭവങ്ങളെ അംഗീകരിക്കലാണ് ന്യായം. ആ അർത്ഥത്തിൽ അത്തരമൊരു കാലഘട്ടം വന്നിരുന്നുവെങ്കിലും അപകടമൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇന്നത്തെ അത്ര എന്നാണ് എൻ്റെ ധാരണ. നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട ടൈമായി. എനിക്ക് ഒരു സന്തോഷം തോന്നുന്നത് ഫറൂഖ് കോളേജ് എന്തുമാത്രം ഉയരത്തിൽ വളർന്നുപോയി. ഈ ഒരു സംവാദം ഇത്ര ക്ഷമയോടുകൂടി ഇത്ര ഭംഗിയായിട്ട് ആസ്വദിച്ച ഈ സിറ്റുവേഷൻ ഫറൂഖ് കോളേജിൽ ഇങ്ങനെ ഒരു ഓഡിയൻസിനെ കണ്ടതിൽ എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ്. രണ്ടാമത് എനിക്കറിയാൻ പാടില്ലാത്ത വളരെയേറെ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ച് ഇവിടെ എനിക്കറിയാൻ കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക, ഈ കേട്ടത് കൊണ്ടൊന്നും പതറാതെ ഓരോരുത്തരും ഗഹനമായിട്ട് പഠിച്ച് ഇതിന് മറുപടി കണ്ടുപിടിക്കുക. അതാണ് നിങ്ങളുടെ ചുമതല.
യുഗാന്തരങ്ങളായിട്ട് പലതും വിശ്വസിച്ചു പോരുന്ന തലമുറകളാണ്, യുഗാന്തരങ്ങളായിട്ട്. അതൊക്കെ അങ്ങ് ഒറ്റപ്പാടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് ആൻസർ കാണുക. എല്ലാവരും ഇവിടെ ജസ്റ്റിഫൈ ചെയ്തത് മാനവികതയുടെ പേരിലാണ്. മതമില്ലായ്മയോ അതിൻ്റെ ആവശ്യകതയോ സംസാരിച്ചത് മാനവികതയുടെ പേരിലാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഇനിയും അധ്വാനിക്കുക, പഠിക്കുക. വളരെ സന്തോഷം. ഇവർക്കെല്ലാം നന്ദി പറയുന്നു. പറയാനായിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഭാരവാഹികളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, മതവും മനുഷ്യനും എന്ന വിഷയത്തെക്കുറിച്ച് ദൈക്ഷണിക സംവാദത്തിൽ വളരെ ആധികാരികമായി സംസാരിച്ച നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ സാഹിബിനും യുക്തിവാദി സംഘം പ്രസിഡന്റ് U കലാനാഥൻ മാസ്റ്റർക്കും മോഡറേറ്ററായിരുന്ന ഫാറൂഖ് കോളേജിലെ മുൻ അധ്യാപകൻ കൂടെയായ പ്രൊഫസർ ആൻഡ്രൂ സാറിനും ചോദ്യോത്തര സെഷൻ വളരെ സജീവമാക്കിയ സുഹൃത്തുക്കൾക്കും ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ ഉയർന്ന നിലവാരത്തിലിരുന്നു കൊണ്ട് ഈ ദൈക്ഷണിക സംവാദത്തിനെ ഭംഗിയായി ആസ്വദിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഫാറൂഖ് കോളേജ് സ്റ്റാഫ് ക്ലബിന്റെ പേരിൽ ഒത്തിരി ഒത്തിരി നന്ദി. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദാ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ.